ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു അടിപൊളി മുന്തിരി വെള്ളത്തിൻ്റെയാണ്. മുന്തിരി ജ്യൂസ് അല്ല കേട്ടോ, പച്ചമുന്തിരി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി മുന്തിരി വെള്ളമാണ്. നമ്മൾ സാധാരണ നോമ്പൊക്കെ തുറക്കുമ്പോൾ നാരങ്ങ വെള്ളം കുടിച്ചിട്ടാണല്ലോ നോമ്പ് തുറക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലൊരു മുന്തിരി വെള്ളം നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ ആരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ. പച്ചമുന്തിരി നല്ല പുളിയുള്ളതൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാം. ഇനി പുളിയില്ലാത്ത നല്ല മധുരമുള്ളതാണെങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇത് വലിച്ചു കുടിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായതുകൊണ്ട് തന്നെ ഇതിലേക്ക് പാലോ പാൽപ്പൊടിയോ ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ ഒരു മുന്തിരി വെള്ളം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് മുന്തിരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്തിരിയൊക്കെ നല്ലപോലെ ടാപ്പ് വെള്ളത്തിൽ ശക്തിയിൽ തുറന്നിട്ടിട്ട് കുറച്ച് സമയം കഴുകിയെടുക്കണം കേട്ടോ. അതുപോലെ ഒരു 10-20 മിനിറ്റ് ഉപ്പ് വെള്ളത്തിലും കൂടെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒത്തിരി മരുന്നൊക്കെ അടിച്ചിട്ടാണ് മുന്തിരിയൊക്കെ വരുന്നത്, അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അത് ഞാനിവിടെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുന്തിരി വെച്ചിട്ട് സാധാരണ ഞാൻ ജ്യൂസൊന്നും തയ്യാറാക്കി എടുക്കാറില്ല, കാരണം പാലോ പാൽപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ മുന്തിരി പുളി ആയതുകൊണ്ട് തന്നെ അത് പിരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാണാനും കുടിക്കാനൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലൊരു മുന്തിരി വെള്ളം തയ്യാറാക്കി നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ മുന്തിരി മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മുന്തിരിയുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ല മധുരമുള്ള മുന്തിരിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ അത്യാവശ്യം മധുരമുള്ള മുന്തിരി ആയതുകൊണ്ട് ഒരു 4 തവി പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല തണുപ്പ് വേണമെങ്കിൽ നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബദാം മിക്സ് ആണ്. ടൈഗറിൻ്റെ ബദാം മിക്സ് ഒരു 5 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു മുന്തിരിയുടെ തരിതരിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലപോലെ അരിച്ചെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയാണ്. ഈ ഒരു ബദാം മിക്സും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു തവണ ഇതുപോലെ ഒന്ന് മുന്തിരി വെള്ളം ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടും ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാക്കാം. നമ്മുടെ മുന്തിരി വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തണുപ്പോട് കൂടി കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു മുന്തിരി വെള്ളം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്